Hi friends, വീണ്ടും ജോലസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സ്പെഷ്യൽ മുട്ടക്കറി റെസിപ്പിയാണ്. എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ഗ്രൈൻഡറിൽ 2 സവോളയും 1/2 കപ്പ് പുതിനയിലയും എടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു തക്കാളി എടുത്ത് ഇതുപോലെ തന്നെ തക്കാളി പേസ്റ്റ് അരച്ചും വയ്ക്കുക. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി 1 മിനിറ്റ് ചൂടാക്കുക. അതിലേക്ക് പുഴുങ്ങിയ മുട്ട പകുതിയാക്കി ഇട്ട് മീഡിയം തീയിൽ ഫ്രൈ ചെയ്യുക. നമ്മളിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടകൾ പകുതി മുറിച്ച് ഉപയോഗിക്കണം. നമുക്ക് മൊത്തം 8 മുട്ടയുടെ കഷ്ണങ്ങളുണ്ട്. ആദ്യം മുട്ടയുടെ മഞ്ഞ ഭാഗം ഫ്രൈ ചെയ്യുക. ശേഷം മറിച്ചിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർക്കുക. അതിലേക്ക് സവോള പേസ്റ്റ് ചേർത്ത് ഇളക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായി ഇളക്കി 4 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. ഇനി ഒരു തക്കാളി കൊണ്ട് ഉണ്ടാക്കിയ തക്കാളി പേസ്റ്റ് ചേർത്ത് 3 മിനിറ്റ് മീഡിയം തീയിൽ തന്നെ വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. 1 മിനിറ്റ് ചൂടാക്കുക. തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഇളക്കുക. അര കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇളക്കി 3 മിനിറ്റ് മീഡിയം തീയിൽ തിളപ്പിക്കുക. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത മുട്ട ഇതിലേക്ക് ചേർത്ത് 4-5 മിനിറ്റ് കുറഞ്ഞ തീയിൽ ചൂടാക്കുക. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലിയില ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി മുട്ടക്കറി റെഡി. നമ്മൾ കട്ടിയുള്ള ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ചേർത്ത് കറിയുടെ കട്ടി കുറയ്ക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.